ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ റഹ്മാൻ റബ്ബ് കബൂലാക്കട്ടെ. ചെയ്ത പാപങ്ങൾക്ക് അല്ലാഹു പുറത്തു നൽകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അവൻ്റെ ഇഷ്ടത്തിനായി, അവൻ്റെ താഴത്തിലായി, പാപമുക്തമായി അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, റഹ്മാനായ റബ്ബ് മനുഷ്യന്മാരെല്ലാവരെയും പടച്ചത്, നമ്മളെല്ലാവരെയും പടച്ചത് ഒരുപോലെയല്ല. ലോകത്ത് പടച്ചവൻ സൃഷ്ടിച്ചതൊക്കെയും വൈവിധ്യങ്ങളേറെ നിന്നിട്ടാണ്. മനുഷ്യന്മാരെ മുഴുവനുമല്ല, എല്ലാവരെയും, എല്ലാ ജന്തുജാലങ്ങളെയും വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത ദേശങ്ങൾ, വ്യത്യസ്ത വർണ്ണങ്ങളായി, വ്യത്യസ്ത കുടുംബങ്ങളിലായി, ആ വ്യത്യസ്ത മാതാപിതാക്കൾക്ക് ആ സമ്പത്തും ഒരുപോലെ കൊടുത്തിട്ടല്ല നമ്മളെയൊക്കെ പടച്ചത്. പല രൂപത്തിലാണ് പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ മനുഷ്യൻ ചെയ്യേണ്ട ഒരു കടമ എന്നുള്ളത്, മനുഷ്യൻ മറ്റവൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് അസൂയയോടെ നോക്കി നിൽക്കലല്ല നമ്മുടെ കടമ. അല്ലെങ്കിൽ നമ്മുടെ താഴെ തട്ടിലുള്ളവരെ നോക്കിയിട്ട് അഹങ്കരിക്കലുമല്ല മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ മനുഷ്യന്മാർ ചെയ്യേണ്ട പണി. ഖുർആൻ വലാ തഅദ്ദു ഐനാക എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നെട്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ മറ്റുള്ളവരുടെ സമ്പത്തിനെ നോക്കിയിട്ട്, മറ്റുള്ളവർക്ക് പടച്ചറപ്പ് കൊടുത്ത ഭൗതിക സാഹചര്യങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് നിങ്ങളുടെ കണ്ണ് നെട്ടരുത് എന്നാണ്. ലിനഫ്സിനഹും ഫീ, അതൊക്കെ അവർക്ക് പടച്ചറപ്പ് പരീക്ഷണമായിട്ട് കൊടുത്തതാണെന്നും ആ പരീക്ഷണങ്ങളൊന്നുമല്ല. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ, വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ, ഏറ്റവും വഅബ്ഖ തീരാത്ത ഖൈർ എന്നുള്ളത് പടച്ചറപ്പിൻ്റെ അടുക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നൊരു രോഗമാണ് ഫോമോ എന്ന് പറയാം. ഫോമോ എന്ന് പറയുന്നൊരു രോഗമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നൊരു രോഗം. ഫോമോ എന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായൊരു രോഗമാണ്. ഫിയർ ഓഫ് ഫിക്സിങ് ഔട്ട് എന്ന് പറയും. നമ്മുടെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കണ്ടിട്ട് സങ്കടപ്പെടുക, മറ്റുള്ളവർക്ക് സന്തോഷമാണ്, മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാനൊന്നും കഴിവുകെട്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുടെ പേരാണ് ഫോമോ എന്ന് പറയുന്ന ഈ രോഗം. ശരിക്കും ഈ രോഗങ്ങൾ വരാനുള്ള കാരണം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളാണ്, റീൽസുകളാണ് അല്ലെ. പലരുടെയും സന്തോഷ നേരങ്ങൾ മാത്രം റീൽസാക്കി, വീഡിയോ ആക്കി പുറത്തു വിടുകയും നമ്മളത് കണ്ടിട്ട് അവരുടെ ജീവിതം മുഴുവനും സന്തോഷമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു, നമ്മുടെ മുഴുവനും സങ്കടമാണ്, നമ്മളെ മാത്രമാണ് പടച്ചറപ്പ് പരീക്ഷിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടാകുന്ന ഒരു രോഗത്തിൻ്റെ മാനസികമായ പ്രയാസത്തിൻ്റെ പേരാണ് ഫോമോ എന്ന് പറയുന്നത്. അത് വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ മാനസികമായ പ്രയാസങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷേ ഇന്ന് അതൊന്നും അല്ല എന്ന് ഞാൻ പലപ്പോഴായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഒന്നിച്ച് ജീവിച്ച സൗഹൃദങ്ങൾ ചേരിതിരിഞ്ഞിട്ട് അവരുടെ അപമാനങ്ങൾ സമുദായ മധ്യയിട്ട് ആഘോഷിക്കുന്ന, ഇപ്പം 2 ദിവസം മുമ്പാണല്ലേ ഒരു അമ്മയും ഒരു മോനുമാണ് അപ്പുറം നിന്നിട്ട് ഇങ്ങനെ ലൈവ് എടുത്ത് പറയണം, എൻ്റെ അമ്മയാണെന്ന് മോനിപ്പുറത്തെന്ന് പറയും, എൻ്റെ മോൻ ഇങ്ങനെയാണെന്ന് അമ്മ അപ്പുറത്തുനിന്ന്, രണ്ടാളും ഭൂതകാലത്ത് ചെയ്ത തെറ്റുകൾ വന്നിട്ട് പുറത്തു വിടാണ്. ഇതൊക്കെയാണ് സാമുദായിക ജീവിതം എന്ന് അവരുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീൽസുകൾ ഉള്ളതല്ല റിയൽ ലൈഫ് എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ പിന്നാലെ പോകലല്ല, മറ്റുള്ളവർക്ക് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹങ്ങളെ നോക്കി വേവലാതിപ്പെടലല്ല നമ്മുടെ പണി. നമുക്ക് പടച്ച റബ്ബ് തന്നത് എന്തൊക്കെയുണ്ടോ അതിൽ മാത്രം തൃപ്തിപ്പെടലാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത്. നമ്മൾ സഹാബാക്കളിൽ നോക്കിക്കട്ടെ. സഹാബാക്കളിൽ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അതിസമ്പന്നനായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അതിസമ്പന്നനായിരുന്നു, സിദ്ദീഖുൽ അക്ബർ വല്ലാത്ത കച്ചവടത്തിനുടമയായിരുന്നു. പക്ഷെ അവരെവിടെയും നമ്മൾ സിദ്ദീഖുൽ അക്ബറിനെ വായിക്കുമ്പോൾ, ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോൾ അവിടെ എവിടെയും നമ്മൾ വേർതിരിവ് കണ്ടിട്ടില്ല. ബിലാൽ തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും ഒരുപോലെയാണ് നമ്മൾ വായിച്ചത്. ബിലാൽ തങ്ങളെയും ഉസ്മാൻ തങ്ങളെയും അബൂ ഹുറൈറ തങ്ങളെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെയൊക്കെ ഒരുപോലെയാണ് നമ്മൾ വായിച്ചത്. ബിലാൽ ബിൻ റവാഹ ഒന്നുമില്ലാത്ത പട്ടിണി പാവായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകളേറെ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തങ്ങളും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത പല ദിവസങ്ങൾ പട്ടിണിയായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എവിടെയും നമ്മൾ അവിടെ വേർതിരിവ് കണ്ടിട്ടില്ല. ഇയാൾ കുറച്ച് സമ്പന്നനാണ് എന്ന് കരുതി ഉസ്മാൻ തങ്ങൾക്ക് അവിടെയും കിതാബുകളിലോ നമ്മുടെ ചരിത്രങ്ങളിലോ നമ്മൾ കേട്ട വർത്താനങ്ങളിലോ നമ്മളൊരു വേർതിരിവ് കണ്ടില്ല. റസൂൽ അങ്ങനെയാണ് അവരെ ജീവിപ്പിക്കാൻ പഠിച്ചത്. എന്നാൽ ബിലാൽ തങ്ങൾ പാവപ്പെട്ടവനാണ് എന്നതുകൊണ്ട് ഉസ്മാൻ തങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഉസ്മാൻ തങ്ങൾ സമ്പന്നനാണ് എന്നതുകൊണ്ട് ബിലാൽ തങ്ങൾ മാറി നിന്നിട്ടില്ല. ഒരുമിച്ച് നിൽക്കലായിരുന്നു ദീനിന്റെ സൗന്ദര്യം എന്ന് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ ജീവിതത്തിൽ
കാണിച്ചു തരികയും ചെയ്ത ദീനിന്റെ പാരമ്പര്യം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളുടെയും കടമ ഏതാണ്? മറ്റുള്ളവരിലേക്ക് നോക്കലല്ല. നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ, റബ്ബ് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയത് എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ ഈ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമ്മളുടെ മുകളിൽ തട്ടിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അസൂയയാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാധനത്തിന്റെ പേരാണ് അസൂയ എന്ന് പറയാം. ഇനി താഴെ തട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് അഹങ്കാരമാണ്, അഹന്തയാണ്, കിബറാണ്. ഇത് രണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് രണ്ടും മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ സ്വർഗം ലഭിക്കില്ല, നരകം തന്നെയാണ്. സ്വർഗത്തിലേക്ക് കടക്കാനാവില്ല, സിറാത്ത് പാലം മുറിച്ച് കടക്കാനാവില്ല. നമ്മൾ ചെയ്യേണ്ട പണി മറ്റുള്ളവരിലേക്ക് നോക്കാണ്ടിരിക്കുക. മുകളിലുള്ളവൻ അവന്റെ സമ്പത്ത് ഉണ്ടാവട്ടെ, അതവനക്ക് പടച്ച റബ്ബ് കൊടുത്ത പരീക്ഷണാണ്. അടിയിലുള്ളവൻ അവനക്ക് അത്രയും കുറച്ച് റബ്ബിനോട് ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് റബ്ബ് നൽകിയ നിയമത്തുകളെ ഓർത്താണ് ഞാൻ റബ്ബിലേക്ക് അടുക്കേണ്ടത്. എനിക്ക് റബ്ബ് തന്ന നിയമത്തുകൾ മാത്രമാണ് പടച്ച റബ്ബിനോട് ചോദ്യം ചെയ്യുന്നത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് നിയമത്തുകൾക്ക് കുറവുണ്ടായിട്ടില്ല. എല്ലാ കാലത്തും നമുക്ക് എന്തെല്ലാം നിയമത്തുകളാണ് പടച്ച റബ്ബ് നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർക്ക് കുറച്ച് അധികമുണ്ട്. നമുക്ക് തോന്നാണ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെല്ലാം നിയമത്താ റബ്ബ് നമ്മളെ തന്നത്. ഒന്നുമില്ലാത്തതിൽ നിന്ന് നമ്മളെ പടച്ച റബ്ബ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ, നമ്മുടെ ഉമ്മയെ കാണാൻ, വാപ്പാനെ കാണാൻ, ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ കണ്ണ് തന്ന റബ്ബ്, കാഴ്ച തന്ന റബ്ബ്, കാണാൻ അവരെയും തന്ന റബ്ബ്, കേൾക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളെ കേൾക്കാൻ കാത് തന്ന റബ്ബ്, ആ ശബ്ദങ്ങളെ തന്ന റബ്ബ്, അതിനുള്ള കഴിവ് തന്ന റബ്ബ്. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളില്ലേ? ഇതൊന്നും ഇല്ലാത്തവരെ കാണുമ്പോഴാണ് നമ്മളെത്ര അനുഗ്രഹവാനാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തെല്ലാം സുഖസൗകര്യങ്ങൾ! നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, നമ്മുടെ മക്കൾക്ക് എവിടെയും പട്ടിണി ഉണ്ടായിട്ടില്ല. എത്ര അനുഗ്രഹങ്ങളാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയട്ടെ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് കൽബറിഞ്ഞു പറയാനാവണം. നമ്മൾ പടച്ച റബ്ബിനെ സ്തുതിക്കാനാവണം. അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് അസൂയപ്പെടൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ കൽബിലെപ്പോഴും പടച്ച റബ്ബിലേക്കുള്ള ചിന്ത മാത്രമാണ്. റബ്ബ് എന്തെല്ലാം തന്നിട്ടുണ്ടെന്നുള്ള അവനെക്കുറിച്ച് തൃപ്തി അടയാനാണ്. പടച്ച റബ്ബ് പറയുന്നുണ്ടല്ലോ, യാ അയ്യുത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് പടച്ചവനെ സ്വാഗതം ചെയ്യുന്നത് ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ എന്നാണ്. ഇതാ എന്റെ അടിമകളിലേക്ക് സ്വാഗതം, ഇർജിഇ ഇലാ റബ്ബിക, എന്റെ അടുക്കലേക്ക് സ്വാഗതം. എങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വാഗതം ഉള്ളത്? റാദിയതൻ മർദിയ, എന്നെ തൃപ്തിപ്പെട്ട, ഞാൻ തൃപ്തിപ്പെടുന്ന. ഫസ്റ്റ് പറയുന്നത് റബ്ബിനെ തൃപ്തിപ്പെടണം എന്നാണ്. റബ്ബിനെ തൃപ്തിപ്പെട്ട, റബ്ബ് തൃപ്തിപ്പെട്ട അവർക്ക് മാത്രമാണ് റബ്ബിന്റെ അടുക്കിലേക്ക് സ്വാഗതമുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് പടച്ച റബ്ബ് നാളെ സ്വാഗതം വരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കണം, പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ തൃപ്തി അടഞ്ഞിട്ടുണ്ടോ? റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഇത് മതി എന്ന് പറയലല്ല, പടച്ചവനെ എനിക്ക് അനുഗ്രഹം താങ്ങെന്ന് ചോദിക്കാം. പക്ഷെ റബ്ബ് എനിക്കെല്ലാം തന്നിട്ടുണ്ട് എന്ന് ബോധ്യം ഉണ്ടാവണം. റബ്ബ് ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല എന്ന വിശ്വാസം ഉണ്ടാവണം. റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അവനക്ക് ശുക്ർ ചെയ്യാനാവണം, സ്തുതി ചെയ്യാനാവണം. അതാണ് നമ്മളെ കടമ. റഹ്മാനായ റബ്ബ് അവന്റെ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് സ്തുതി പറയാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 2022. അപ്പോൾ അതൊക്കെ കൃത്യമായ ഡാറ്റ എല്ലാവരും നൽകണം. അതൊക്കെ ഒരു പക്ഷേ ഭാവിയിൽ നമ്മുടെ മറ്റു രാഷ്ട്രീയമായി അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ ഡാറ്റ തന്നെ എല്ലാവരും കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം ഹജ്ജിന് അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ ദിവസം 20-ാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട്. ഹജ്ജ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ മേലൊന്നും ഹജ്ജ് നിർബന്ധമില്ല എന്നുള്ളത്. അല്ലെ, നമുക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്ന് നമ്മളാർക്കോ തെറ്റിദ്ധരിച്ചു വെച്ചതാണ്. സമ്പന്നങ്ങൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ മക്കളെ മുഴുവൻ കെട്ടിച്ചു കഴിഞ്ഞാലുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളതെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നിർബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഹജ്ജ് നിർബന്ധമുള്ള ഏറ്റവും ചിന്തിക്കേണ്ടത് നമുക്ക് സ്വന്തമായി പാർക്കാൻ ഒരു വീടും, അത്യാവശ്യമായി യാത്ര ചെയ്യാൻ ഒരു വാഹനമാണ്, 2 വാഹനമല്ല, അത്യാവശ്യമായി യാത്ര ചെയ്യാനുള്ള ഒരു വാഹനവും, ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ നമ്മൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാക്കപ്പെട്ട നമ്മുടെ മക്കൾ, ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമ്പത്തും ബാക്കിയുണ്ടെങ്കിൽ അതിന് മിച്ചം വരുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസായി അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട് നിൽക്കുന്നതിനപ്പുറത്തുള്ള പറമ്പായി, മറ്റു വാഹനങ്ങളായി, മറ്റു വാടക ബിൽഡിങ്ങുകളായി, മറ്റു ബിസിനസ്സുകളായി നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ മേലും ഹജ്ജ് നിർബന്ധമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇന്ന് മാക്സിമം ഒരു 6 ലക്ഷം റുപ്യ മതി സർക്കാരിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹജ്ജിന് പോയിട്ട് വരാൻ. ഈ 6 ലക്ഷം റുപ്യ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് അനന്തരം കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച സ്ഥലം ഇതിൽ പെടില്ല. ആ സ്ഥലം വെച്ചിട്ടുള്ള പൈസ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഹജ്ജിന് പോലെ നിർബന്ധമാണ്. അപ്പുറത്ത് 2 വണ്ടി ഉണ്ടെങ്കിൽ മറ്റൊരു വണ്ടി ഉണ്ടെങ്കിൽ ഹജ്ജിന് പോലെ നിർബന്ധമാണ്. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മുടെ കയ്യിൽ ആരുടെ അടുക്കലാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമുള്ളത് എന്ന് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജിന് പോകാത്തവൻ
നസറാനിയായിട്ടോ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചു പോകട്ടെ എന്ന് മുത്തുനബി പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എല്ലാവരെയും അവസ്ഥ നമുക്കാണറിയാം, നമ്മുടെ അവസ്ഥ നമുക്കറിയാം. നമ്മൾക്ക് ആൾക്കൊക്കെ ഹജ്ജ് നിർബന്ധമുണ്ടെന്ന് ചിന്തിക്കണം. ഇനി മക്കളെ കെട്ടിച്ചിട്ടാവാം, അല്ലെങ്കിൽ മക്കളെ പ്രസവം കഴിഞ്ഞിട്ടാകാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തിനാ അങ്ങനെയൊക്കെ നീട്ടിവെക്കുന്നത്? അതിനു മുമ്പേ നമ്മൾ മരണപ്പെട്ടാൽ പടച്ചറബിനോട് ഉത്തരം പറയേണ്ടത് നമ്മളാണ്. ഏറ്റവും ഹജ്ജിന് പോകേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള സമയത്താണ്. പരിപൂർണമായി ആരോഗ്യമുള്ള സമയത്താണ് ഏറ്റവും നന്നായിട്ട് ഹജ്ജിന് ചെയ്യേണ്ടത്. സാധാരണ അവിടെ പോയിട്ട് ഒരു ഖത്തം തീർക്കുന്ന പണിയൊന്നല്ലല്ലോ ഹജ്ജിനുള്ളത്. അത്യാവശ്യം ശരീരമനങ്ങണ്ട ലക്ഷങ്ങൾ സംഗമിക്കുന്ന വരിയിൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട അത്യാവശ്യം പ്രയാസമുള്ള ഒരു അമലാണ് ഹജ്ജ് എന്നുള്ളത്. അത് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല സമയം ആരോഗ്യമുള്ള സമയമാണ്, യുവത്വത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നീട്ടിവെക്കാതെ, ഹജ്ജ് നീട്ടിവെക്കാതെ ജീവിതത്തിൽ ഹജ്ജെങ്കിലും ചെയ്യുന്നത് വലിയ അല്ലേ. നമുക്ക് നിർബന്ധമല്ല എന്ന് പറഞ്ഞ് മാറ്റലല്ല, നമുക്ക് നിർബന്ധമാണെന്ന ബോധ്യത്തോടെ അതിന് വേണ്ട വഴികൾ മുഴുവൻ ഒരുക്കലാണ് നമ്മുടെയൊക്കെ ബാധ്യത എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വരുന്ന 20-ാം തീയതിയാണ് ഇതിന് അവസാനത്തെ സർക്കാർ വഴി അപേക്ഷിക്കുന്ന ഡേറ്റ്. അതുകൊണ്ട് ആരും അപേക്ഷിക്കാൻ പോകാത്തവരൊന്നും അപേക്ഷിക്കാൻ വിട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ഭാര്യയെ നമ്മൾ കൊണ്ടാവലാണ്. നമുക്ക് കൊണ്ടാകാൻ പൈസ ഉണ്ടായിട്ട് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ഭാര്യയും കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുടുംബസമയത്ത് ഹജ്ജിന് പോകാൻ കഴിയുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്താണ്. റഹ്മാനായ റബ്ബ് പരിപൂർണമായ ഹജ്ജും മരണപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജ് ചെയ്തു വന്നാൽ സ്വർഗ്ഗം ഉറപ്പാണെന്നാണ്. പരിപൂർണമായ ഹജ്ജ് ചെയ്തു വന്നവർക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ